തമിഴിൽ സൂപ്പർ ഹിറ്റായ ഒരു സിനിമ. ആ സിനിമയിൽ അഭിനയിച്ച രണ്ട് നടന്മാരെ, പുതുമുഖ നടന്മാരെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു സംവിധായകൻ പ്ലാൻ ചെയ്തു. അതിൽ ഒരു നടനെ കിട്ടി, പക്ഷെ മറ്റേ നടനെ കിട്ടിയില്ല. പകരം ആ ഒരു വേഷത്തിലേക്ക് ഒരു പുതുമുഖത്തിനെ അഭിനയിപ്പിച്ചു. സിനിമ സൂപ്പർ ഹിറ്റായി. ഒരു സിനിമയും അത് ആ നടന്മാരും ആരൊക്കെ എന്നുള്ളത് ഞാൻ പറയാം. 1980 എന്നൊരു വർഷം മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിലോട്ട് വന്ന് ഒരു ട്രെൻഡ് സൃഷ്ടിച്ച ഒരു വർഷമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. നവോദയ വലിയ സിനിമകൾ ചെയ്തിരുന്ന ഒരു ബാനറായിരുന്നു. നവോദയ ഒരു പുതിയ സിനിമ പ്ലാൻ ചെയ്യുന്നു, പുതിയ സംവിധായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതായിരുന്നു ഫാസിൽ. അങ്ങനെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു, കുറെ ഓഡിഷൻ കണ്ടക്ട് ചെയ്യുന്നു. അന്ന് ആ ഒരു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നവരൊക്കെ, സിബി മലയാളം ഉൾപ്പെട്ടുള്ളവരൊക്കെ പിന്നീട് പ്രശസ്ത സംവിധായകരായി മാറി. അന്ന് ആ ഒരു നായകനായിട്ട് ഒരു നായകൻ, നായിക, ഒരു വില്ലൻ കഥാപാത്രം. അന്ന് നായകനും വില്ലനുമായിട്ട് ഇവര് പ്ലാൻ ചെയ്തിരുന്ന രണ്ട് നടന്മാര്. അന്ന് തമിഴ് സിനിമയിൽ ഒരു തലൈരാഗം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ കുറെ പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത് ഹിറ്റായി. അവിടെ ഒരു 100-300 ദിവസത്തിന് മുകളിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അവിടെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അഭിനയിച്ച രണ്ടുപേരും അന്ന് തമിഴ്നാട്ടിലെ മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചിറങ്ങിയ രണ്ടുപേരായിരുന്നു. അവർ രണ്ടുപേരും ഓൾറെഡി ആദ്യ സിനിമയിലൂടെ തന്നെ ഒരു യുവാക്കളുടെ ഹരമായി മാറി. അതിൽ ഒരു നടനെ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് കൊണ്ടുവന്നു, അതായിരുന്നു ശങ്കർ നായകനാവുന്നു. നായികയായി പൂർണിമേനെ കൊണ്ടുവരുന്നു. മറ്റേ വേഷം, ആ പൂർണിമയുടെ ഭർത്താവിന്റെ വേഷം, ആ രണ്ടാം പകുതിയോടെ ആ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ഒരു ഇന്റർവലോടനുബന്ധിച്ച് എത്തുന്ന ആ ഒരു കഥാപാത്രം, നരേന്ദ്രൻ എന്ന കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഈ ഒരു തലൈരാഗം സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടനായ മലയാളിയും കൂടിയായ രവീന്ദ്രനെ വിളിക്കുന്നു. രവീന്ദ്രൻ പക്ഷെ അപ്പോഴേക്കും മറ്റൊരു സിനിമ, മലയാളത്തിലെ ഒരു വലിയൊരു സംവിധായകൻ IV ശശിയുടെ ഒരു സിനിമയിലേക്ക് രവീന്ദ്രൻ അന്ന് കമ്മിറ്റഡ് ആയിരുന്നു. അശ്വരഥം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ടി ദാമോദരനും പ്രഭാകർ പുത്തൂരുമാണ് സിനിമ എഴുതിയത്. IV ശശി അന്ന് ഒരു വർഷം ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അന്ന് നമുക്കറിയാം, ജയന്റെ ഒക്കെ വെച്ച് ആ സമയത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങാടിയൊക്കെ ഇറങ്ങിയ ഒരു വർഷമാണ് 1980 എന്ന് പറയുന്നത്. അത് കേട്ട് അദ്ദേഹം പ്ലാൻ ചെയ്ത ഒരു സിനിമയാണ് ശ്രീവിദ്യ അതിലെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. അതിലേക്കാണ് രവീന്ദ്രനെ അദ്ദേഹം കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ രണ്ട് സിനിമയും ഏകദേശം ഒരേ സമയത്താണ് തുടങ്ങുന്നത്. മഞ്ഞ് വിരിഞ്ഞ പൂക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന അശ്വരഥ എന്ന സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഇവർ മറ്റൊരു നടനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മോഹൻലാൽ എന്ന നടൻ അതിലോട്ട് വരുന്നത്. അപ്പൊ എല്ലാം ഒരു നിമിത്തമാണ്. ഇപ്പൊ രവീന്ദ്രൻ മാറുന്നു, മോഹൻലാൽ വരുന്നു. എന്തായാലും അന്ന് 80 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ ക്രിസ്മസ് സീസണോടനുബന്ധിച്ചിട്ടാണ് ഈ രണ്ട് സിനിമകളും അന്ന് തിയേറ്ററിലെത്തിയത്. അശ്വരഥവും അതെ, മഞ്ഞ് വിരിഞ്ഞ പൂക്കളും അതെ. അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ഇനീഷ്യൽ പുള്ള് ആദ്യം വന്നത് അശ്വരഥം എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ്. കാരണം IV ശശി, ശ്രീവിദ്യ, അന്ന് രവീന്ദ്രൻ പുതുമുഖമാണെങ്കിലും IV ശശി, ടി ദാമോദരന്റെ സിനിമയാണ്. അപ്പുറത്ത് ഫാസിൽ എന്ന പുതിയ സംവിധായകനാണ്, കുറെ പുതിയ നടന്മാരാണ്. അതൊരു ഡബ്ബിംഗ് സിനിമയാണ് എന്ന് വരെ ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് ആളുകൾ അങ്ങനെയൊക്കെ പോസ്റ്റർ ഉണ്ട്, ഇതൊരു ഡബ്ബിംഗ് സിനിമയാണെന്ന് വരെയൊക്കെ വിചാരിച്ചു. കാരണം ആരെയും പരിചയമില്ല. ആ സിനിമ ശങ്കർ തന്നെ ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് ആ സിനിമ റിലീസായി 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ IV ശശി, രവീന്ദ്രന്റെ സിനിമ അവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഷേണായിസ്, കവിത, ഈ 2 തിയേറ്റേഴ്സിലാണ് ഈ 2 സിനിമകൾ ഇറങ്ങിയിരുന്നത്. അതിൽ ഒരു തിയേറ്ററിൽ രവീന്ദ്രൻ സിനിമയ്ക്ക് ഭയങ്കര തിരക്ക്, മഞ്ഞ് വിരിഞ്ഞ പൂക്കളിന് ആളില്ല. അന്ന് തിയേറ്ററുകാരെ അവരെ പറഞ്ഞു ഇത് ചിലപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം മാക്സിമം ഈ ഒരാഴ്ച അത് കഴിഞ്ഞ് എടുത്തു മാറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനെല്ലാ പ്രതീക്ഷകളുടെയും തിയേറ്ററുകാരും അവരുടെയൊക്കെ പ്രഡിക്ഷനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ കുതിച്ചു. അശ്വരഥം ഒന്ന് ഡൗൺ ആയി. അശ്വരഥം അങ്ങനെ മറ്റ് IV ശശിയുടെ മറ്റ് സിനിമകൾ പോലെ അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചില്ല. പക്ഷെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 80 എന്ന് പറയുന്ന ഒരു വർഷം അങ്ങനെ പ്രത്യേകതയാണ്. ഇപ്പുറത്ത് രവീന്ദ്രൻ എന്ന ഒരു നായകൻ, രവീന്ദ്രൻ പിന്നീട് നായകനായിട്ടും സഹനടനായിട്ടൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. പിന്നീട് അദ്ദേഹം സ്വയം സിനിമയിൽ നിന്ന് മാറി. അപ്പുറത്ത് ശങ്കറും മോഹൻലാലും പൂർണിമയൊക്കെ ഒരു കത്തിക്കേറുന്ന താരങ്ങളായിട്ട് വളർന്നു. ഇന്നും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയിലെ നമ്പർ 1 ആയി നിൽക്കുന്നു. ഇതുപോലെ തന്നെ ആ ഒരു വർഷം തന്നെയാണ് മേള എന്ന സിനിമ സംഭവിക്കുന്നത്. ആ ഒരു സിനിമയിലൂടെ മമ്മൂട്ടി, അതിനു മുമ്പ് ചെറിയ സിനിമകൾ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങളും, അതിനു മുമ്പ് ചെറിയ വേഷങ്ങളൊക്കെ, അനുഭവങ്ങൾ, പഠിച്ചുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഒരു ത്രൂ ഔട്ട് വേഷം മേള എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ, അതും ആ ഒരു 80 എന്ന് പറയുന്ന ആ ഒരു വർഷം, എനിക്ക് തോന്നുന്നു ഡിസംബർ ഫസ്റ്റ് വീക്കിനാണ് മേള റിലീസ് ആവുന്നത്. മേള കാരണമാണ് മമ്മൂട്ടിക്ക് പിന്നീട് സ്ഫോടനം എന്ന സിനിമയിലോട്ടൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നത്. ജയന് മരണശേഷം ജയൻ സുകുമാരന് പ്ലാൻ ചെയ്ത സിനിമയാണ് പിന്നീട് മമ്മൂട്ടിയിലേക്ക് എത്തിയത്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടന് മുമ്പ് രവീന്ദ്രനായിരുന്നു അതിലെ ആ ഒരു വില്ലൻ വേഷത്തിലോട്ട് വന്നത്. ഒരു പക്ഷെ രവീന്ദ്രൻ ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ മോഹൻലാൽ ചിലപ്പോൾ മറ്റേതെങ്കിലും സിനിമയിലൂടെ വരുമായിരുന്നു.
എങ്കിലും ഇന്ന് രവീന്ദ്രൻ ആയിരുന്നെങ്കിൽ അന്ന് ആ ഒരു വേഷം, മോഹൻലാൽ തുടക്കക്കാരനാണ്, രവീന്ദ്രൻ ഓൾറെഡി ഒരു സിനിമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പക്ഷെ മഞ്ഞു വീഴുന്ന പൂക്കളുടെ വേഷം രവീന്ദ്രൻ ആയിരുന്നെങ്കിൽ മോഹൻലാലിനെ കാട്ടും ഗംഭീരമാക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യുക.